നമ്മൾ ഒരു പാർട്ടി എടുക്കുന്ന ഒരു നിലപാടിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ഒരു നരേറ്റീവ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു റിസൾട്ട് ഇതിനകത്ത് ഉണ്ടാവുന്നില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഒരു പ്രത്യേക കാലയളവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം റിസൾട്ട് ഉണ്ടായേനെ എന്നാണ് പത്മകുമാറിന്റെ അടുത്ത ആളുകൾ പറയുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മാത്രമല്ല യുവതി പ്രവേശനത്തിന് പിന്നിൽ നടന്ന ഗൂഢാലോചനയും കൂടി അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഏറ്റവും ദൈവതുല്യരായ ചില ആളുകൾ ബുദ്ധിമുട്ടുണ്ടായേനെ എന്നും പറയുന്നു. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. അത് കോടതി വിധി നടപ്പിലാക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ ഒരു പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശബരിമല എന്നല്ല ഏത് ആരാധനാലയത്തിലും സ്ത്രീ പുരുഷ സമത്വം വേണമെന്ന് പറയുന്നതിന്റെ വിഷയം മാത്രമേ ഉള്ളൂ. അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിന്റെ പിന്നിൽ എന്ത് ചെയ്യും? കോടതി വിധി മാറ്റിയിട്ട് മുകളിൽ നിന്ന് ആളുകളുടെ തീരുമാനപ്രകാരം യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിച്ചുവെന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആരാണ് ഈ മുകളിൽ നിന്നുള്ള ആളുകൾ എന്ന് പുറത്തു വന്നാൽ പലർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് അദ്ദേഹത്തോട് അടുത്ത ആളുകൾ പറയുന്നത്. അല്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. എന്നാ ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആചാര മാമൂലുകളിൽ മാത്രം കുടുങ്ങി കിടക്കുന്ന കുറെ പഴയ മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളതല്ലാതെ വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതൊന്നും ഉണ്ടാകാൻ. ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ കേരളത്തിലെ CPM ബ്ലാക്ക്മെയിൽ ചെയ്യുക. അദ്ദേഹം പറയുന്നത് എന്താ? ഞാനത് തുറന്നു പറയാൻ പോവാണ്. എന്നോട് മേൽശാന്തി നിയമനത്തിൽ പോലും ഒരു മന്ത്രി ഇടപെട്ടു എന്ന് തുറന്നു പറയാൻ പോകുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പത്മകുമാർ പറയുന്നുണ്ടോ? കേരളത്തിലെ CPM ഈ വിഷയത്തിലെടുത്ത കാപട്യമാണ്. ഒരു വശത്ത് ഇവിടെ ഞങ്ങളാണ് പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ ആളുകൾ എന്ന് പറയുക, ഞങ്ങളാണ് നവോത്ഥാനം ഉണ്ടാക്കിയെന്ന് പറയുക, മറ്റുള്ള ആളുകളെ പരിഹസിക്കുക. ഈ പറഞ്ഞ രാജേഷ് ചെറുപ്പാട് പറഞ്ഞതുപോലെ നിങ്ങൾ പഴയ മനുഷ്യരാണ്, ഞങ്ങൾ പുതിയ മനുഷ്യരാണ്. ഇവിടെ വീട്ടിൽ നിന്ന് പിണറായി വിജയന്റെ മകൻ ഗുരുവായൂർ അമർത്തി പോകുന്നുണ്ട്. പിണറായി വിജയന്റെ മകൻ പഴയ മനുഷ്യനാണോ? പിണറായി വിജയന്റെ മകൻ പുതിയ മനുഷ്യനാണോ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.